ബന്ധുനിയമന വിവാദത്തിൽ ബെന്നി തോമസ് രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. വൈദ്യുത മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവാണ് ബെന്നി തോമസ്. സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു നിയമനം വിവാദമായതിനു പിന്നാലെയാണ് രാജി. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, ഇന്നലെ നടന്ന KPCC യോഗത്തിലും ബെന്നി തോമസിന്റെ നിയമനത്തെക്കുറിച്ച് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇത് സണ്ണി ജോസഫിനെ വിവാദത്തിലേക്ക് വലിച്ചിട്ടിരുന്നു. ഇപ്പോൾ ഇത് ബെന്നി തോമസ് രാജിവെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജനി, ഈ ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടുണ്ടായ ഒരു വിവാദമായിരുന്നു ബന്ധു നിയമന വിവാദം. അതിലാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് രാജിവെച്ച് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള നയത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ബെന്നി തോമസ് തന്നെയാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കാണ് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. സണ്ണി ജോസഫിന്റെ പേഴ്സണൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹത്തെ നിയമിച്ച ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത് അടിയന്തര പ്രമേയം ആദ്യമായി അവതരിപ്പിച്ചത് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അന്ന് വി ജോയിയാണ് ഇത്തരത്തിൽ ഈ ഒരു വിഷയം നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിക്കുന്ന നിലയുണ്ടായത്. നിയമസഭയിൽ പക്ഷേ അതിന് മന്ത്രി മറുപടി പറഞ്ഞിരുന്നില്ല. അതിനുശേഷം 2 തവണ സണ്ണി ജോസഫ് ഈ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ പരീക്ഷ നടത്തി, ഇന്റർവ്യൂ നടത്തി, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നടത്തുന്ന ഒരു നിയമനമല്ല. ഇതൊരു പൊളിറ്റിക്കൽ നിയമനമാണ്. അത് തൻ്റെ പ്രവർത്തനങ്ങൾ, മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നതിന് അനുയോജ്യനായിട്ടുള്ള ഒരു ആളെയാണ് ആ നിലയ്ക്ക് വെച്ചത്. തൻ്റെ സഹോദരി ഭർത്താവ് ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വലിയ കോൺഗ്രസിന്റെ ശക്തനായിട്ടുള്ള പ്രവർത്തനം തന്നെയായിരുന്നു. നിരവധിയായിട്ടുള്ള തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ്, ഒപ്പം തന്നെ അവിടുത്തെ മണ്ഡലം സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള തലങ്ങളിൽ പ്രവർത്തിച്ചു. ഒപ്പം തന്നെ തൻ്റെ ബൂത്ത് ഏജന്റ് ഉൾപ്പെടെയുള്ള ആയിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയം ഉള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നിയമത്തിനെ ഏതെങ്കിലും വിധത്തിൽ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ വിശദീകരണമായി വന്നിരുന്നത്. ഒപ്പം തന്നെ KM മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ നിയമനത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ നടന്ന KPC നേതൃയോഗത്തിലും ഇത്തരത്തിൽ ഈ ഒരു വിഷയം ഉയർന്നു വരികയും ചില നേതാക്കളെങ്കിലും ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷവും മന്ത്രി ഈ ഒരു നടപടിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തെ ഇത്രമാത്രം വിവാദമാക്കിയത് എന്നതായിരുന്നു മന്ത്രിയുടെയും ഒരു ആരോപണമായി അദ്ദേഹം പറഞ്ഞു വെച്ചത്. നിയമസഭയിൽ പോലും പ്രതിപക്ഷ നേതാവ് പോലും തനിക്കെതിരെ ആ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ ഈ ഒരു വിഷയം ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും അതൊരു വലിയ വിവാദമാക്കുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ വിമർശനമെന്ന്. പക്ഷേ ഇതിൽ പ്രധാനമായും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് സ്വജനപക്ഷപാതം എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDF ഉന്നയിച്ചിരുന്ന പല കാര്യങ്ങളുമാണ്. MV ജയരാജൻ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം, KT ജലീലിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയും ആ നിലയ്ക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയും അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബെന്നി തോമസ് രാജി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. രാജിക്കത്ത് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കും. വരും ദിവസങ്ങളിലും ഇത് വലിയ രീതിയിലേക്ക് ചർച്ചയ്ക്ക് പോകും എന്നുള്ളൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതിന് ഒന്നും തന്നെ ഇട നൽകാത്ത രീതിയിൽ ഈ ഒരു പ്രശ്നം വളരെ വേഗം തന്നെ പരിഹരിക്കുക എന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെ ഇങ്ങനെ ഒരു രാജി നടപടിയിലേക്ക് എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സർക്കാരിനെതിരെ ഉയർന്നിരുന്ന ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. വരും ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും സർക്കാരിനെതിരെ വിമർശനങ്ങളായി മാറുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാണിപ്പോൾ ഒരു തടയിടാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ബെന്നി തോമസ് രാജിവെച്ചിരിക്കുകയാണ്.